കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരിലെ മരപ്രഭു. ഭൂലോക വൈകുണ്ഠമെന്നും ദക്ഷിണ ദ്വാരക എന്നും അറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിനടുത്ത് പണിതിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ പ്രതിമയാണ് മരപ്രഭു. ഏകദേശം 54 അടി നീളം ഇതിനുണ്ട്, 16 മീറ്റർ. മരപ്രഭു പ്രതിമയുടെ മുഖ്യ ശില്പി ശ്രീ ആലുവ PV രാമചന്ദ്രനാണ്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ K കരുണാകരൻ 1995 ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി ഈ പ്രതിമ അവിടെ നിർമ്മിക്കാൻ കാരണമായ സംഭവം എന്തെന്ന് നോക്കാം. ഭക്തവത്സലനായ ഗുരുവായൂരപ്പൻ്റെ ഭക്തവാത്സല്യം എടുത്തു കാണിക്കുന്ന സംഭവമാണത്. പൂന്താനം നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ഉറക്കെ ചൊല്ലുകയായിരുന്നു. അതിൽ പത്മനാഭോ അമരപ്രഭു എന്ന് ചൊല്ലേണ്ടതിനു പകരം പത്മനാഭോ മരപ്രഭു എന്ന് അദ്ദേഹം ചൊല്ലി. ഇത് കേട്ട് സംസ്കൃത പാണ്ഡിത്യമുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പൂന്താനത്തെ കളിയാക്കി ചിരിച്ചു. ഒപ്പം അവിടെ നിന്നിരുന്ന വേദപണ്ഡിതരും കളിയാക്കി ചിരിച്ചു. ഇത് കണ്ട് പൂന്താനം നന്നേ വിഷമിച്ച് തല താഴ്ത്തി. തൽക്ഷണം ശ്രീകോവിലിൽ നിന്നും അശരീരിയുണ്ടായി, മരപ്രഭുവും ഞാനാണ്, അമരപ്രഭുവും ഞാനാണ് എന്ന്. ഇത് കേട്ട് മുന്നേ കളിയാക്കിയവർ പൂന്താനത്തോട് മാപ്പ് പറഞ്ഞു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗുരുവായൂർ തെക്കേ നടയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് സ്ഥലത്ത് മരപ്രഭു പ്രതിമ നിർമ്മിച്ചത്. മരത്തിൻ്റെ ഉടലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസുമാണ് പ്രതിമയുടെ രൂപം. മലയാളികളുടെ പ്രിയ നടനായ ശ്രീ മോഹൻലാൽ ഈ പ്രതിമയുടെ 15 അടിയുള്ള ചെറിയ പ്രതിമ മരപ്രഭുവിൻ്റെ ശില്പിയായ ആലുവ PV രാമചന്ദ്രനെ കൊണ്ട് നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വസതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ മരപ്രഭുവിൻ്റെ ചെറിയ പ്രതിമ ലഭ്യമാണ്. മരപ്രഭുവിൻ്റെ സമീപത്തായി ഗുരുവായൂർ കേശവൻ്റെയും ഗുരുവായൂർ പത്മനാഭൻ്റെയും പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ചോറ്റാനിക്കരമേ ശരണം.